ആദായനികുതി വകുപ്പ് റെയ്ഡിനിടെ ജീവനൊടുക്കിയ വ്യവസായി CJ റോയിക്ക് എവിടെ നിന്നെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ എന്ന അന്വേഷണം നടക്കുന്നു. അതിനിടെ റോയിയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിന് കർണാടക സർക്കാർ രൂപം നൽകി. CJ റോയിയുടെ 2019 ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകൾ സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ കർശന നിരീക്ഷണത്തിലായിരുന്നു. CJ റോയി അടക്കം 6 റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ ഇടപാടുകളെക്കുറിച്ച് സമർപ്പിച്ച വിശദ റിപ്പോർട്ട് ഇക്കണോമിക് ഇന്റലിജൻസ് കൌൺസിൽ പരിശോധിച്ചു. തുടർ നടപടികളുടെ ഭാഗമായി 4 കമ്പനികളുടെ കണക്കുകൾ പരിശോധിക്കാനാണ് ആദായനികുതി വകുപ്പിന് നിർദ്ദേശം ലഭിച്ചത്. 2025 ഡിസംബർ 3-നാണ് IT ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ പരിശോധന തുടങ്ങിയത്. ജനുവരി 28-ന് ഉദ്യോഗസ്ഥർ വീണ്ടും എത്തുകയായിരുന്നു. ആദ്യം ലഭിച്ച പരിശോധനയിലെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിശോധനയ്ക്കെത്തിയത്. റോയിയെ ദുബായിൽ നിന്നും വിളിച്ചു വരുത്തി. റോയി ജീവനൊടുക്കാൻ കാരണം ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയതാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പരിശോധനയ്ക്കിടെ സ്വയം വെടിയുതിർത്തു മരിക്കാൻ ഒന്നും ഓഫീസിൽ സംഭവിച്ചിട്ടില്ലെന്നാണ് ആദായനികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. റോയിയുടെ മരണം അന്വേഷിക്കാൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ലോകേഷ് ജഗൽസാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയാണ് രൂപീകരിച്ചത്. ബംഗളൂരു പോലീസിന്റെ സെൻട്രൽ, സൗത്ത് ഡിവിഷനുകളിലെയും CCRBയിലെയും അശോക് നഗർ പോലീസ് സ്റ്റേഷനിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ട്. അതേസമയം CJ റോയിയുടെ സംസ്കാരം ഇന്നാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബെന്നാർഘട്ട റോഡ് കൽക്കരിയിലുള്ള നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടിലാണ് സംസ്കാരം. നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടിൽ അന്ത്യവിശ്രമം ഒരുക്കണമെന്നത് റോയിയുടെ ആഗ്രഹമായിരുന്നു. റോയി വെടിയുതിർക്കാൻ ഉപയോഗിച്ച തോക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തോക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. നെഞ്ചിന്റെ ഇടതുഭാഗം തുളഞ്ഞു കയറിയ വെടിയുണ്ട ശ്വാസകോശവും ഹൃദയവും തകർത്തത് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.